ഹായ് എവരിവൺ. സോ നമ്മളെല്ലാവരും ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളെ വളർത്തുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ ഉള്ളിൽ ഇന്നതാവണം അല്ലെങ്കിൽ ഈ ഒരു എയിം അച്ചീവ് ചെയ്യണം എന്നുള്ള സ്വപ്നങ്ങളോടുകൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് മലപ്പുറത്ത് നിന്നും അഫ്നാനാണ്, ക്യാപ്റ്റൻ അഫ്നാൻ. അപ്പോൾ ഇദ്ദേഹം ഇന്നൊരു പൈലറ്റ് ആണ്. അപ്പം ഇദ്ദേഹത്തിനെ ഞാൻ ഈ ഒരു ഹോട്ട് സീറ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം. ഹായ്. അപ്പം എന്താ സുഖാണെന്ന് വിചാരിക്കുന്നു. സുഖമായിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് വെൽക്കമിങ്ങും അതുപോലെ ഒരുപാട് സ്നേഹങ്ങളൊക്കെ അല്ലെ എല്ലാ സറൗണ്ടിങ്സ് നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പൊ എന്താണ് ഈ ഒരു അറ്റ് ദ പീക്കിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം. ഈ ആളുകള് ഒന്നുകൂടി അറിഞ്ഞു തുടങ്ങി നമ്മള്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കുറെ ആളുകൾക്ക് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത്. അത് എനിക്ക് വളരെ നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്താന്ന് വെച്ചാല് നമ്മള് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും ഒരു എഫേർട്ട് ഉള്ള അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഒരു പൈലറ്റ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ എത്താൻ എന്താണ് ഇയാൾ മോട്ടിവേറ്റ് ചെയ്തത്? ഈ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചെറുപ്പം മുതലേന്ന് പറയാം. കാരണം ഏകദേശം ഒരു 3 വയസ്സ് മുതൽ എനിക്ക് ഇതിനോട് ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് പ്രത്യേക ഒരു പ്രണയമായിരുന്നു. ആ ഒരു എന്താണ് അത് ലൈക്ക് നമുക്ക് ഈ കുട്ടികൾക്ക് ഫുഡൊക്കെ വാരി തരുമ്പോൾ പാരന്റ്സ് പറയുന്ന അങ്ങനെ ഉള്ളൊരു ഇതല്ല. കാരണം ചെറുപ്പത്തിൽ ഞാൻ എയർപോർട്ടിലോട്ട് പോകുമായിരുന്നു. എന്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടാക്കാനുള്ള സമയത്ത് ഞാൻ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ എയർക്രാഫ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഫാദർ ഈ എയർക്രാഫ്റ്റുകളെ കാണിച്ചു തരും. പിന്നെ പൈലറ്റ്സ് കാര്യങ്ങൾ വരുന്നു. അപ്പൊ അതില് കുറെ ഒരു ഇൻസ്പയറിംഗ് ആയി. അവരെ കാണുമ്പോഴും അവർ നടന്നു വരുമ്പോഴും ആ ഒരു യൂണിഫോമും ആ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് അവർ കാഴ്ചവെക്കുന്ന അതും എയർക്രാഫ്റ്റും എന്താണെന്നറിയില്ല, ആ ഒരു സംഭവം എൻ്റെ ഒരു മൈൻഡിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അത് അവിടുന്ന് തുടങ്ങുക ആ ഒരു പ്രത്യേക ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രത്യേക ഒരു ഫയർ. അത് ഇന്നും ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. ലൈക്ക് അത്രയും ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഞാൻ പാഷനേറ്റ് ആണ്. അത് തന്നെയാണ് ഇന്ന് ഇതിലോട്ട് മോട്ടിവേറ്റ് ചെയ്തത്. കാരണം പല ആളുകളും ഒരു ചെറുപ്പത്തിലുള്ള ഒരു ഡ്രീം പോലെയാണ് പല ആളുകളും തിങ്ക് ചെയ്തിരുന്നത്. ചെറിയ കുട്ടികൾ പറയുമല്ലോ, അതായത് എനിക്ക് ഇങ്ങനെ പൈലറ്റ് ആവണം എന്നൊരു പല പ്രായത്തിലും. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എനിക്കിതൊരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡ്രീം ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് അച്ചീവ് ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട്. എനിക്കിതിലൂടെ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പാഷൻ, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ അത്രത്തോളം ഒരു സംഗതിനെ കുറിച്ച്, ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിനെ കുറിച്ച് നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ we will get there. There is no doubt in that. But the thing is, you have to work for that. That's it. അപ്പോൾ ഇയാള് പറഞ്ഞു ഇത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രീം ആയിരുന്നു അത് അച്ചീവ് ചെയ്തു എന്നുള്ളത്. ആൻഡ് ഇപ്പൊ നമുക്കറിയാം എങ്ങനെയൊക്കെ ആയാലും നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഇയാൾ ഈ ഒരു ജേർണിയിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമോഷണൽ ബാലൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? കാരണം ബാരിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഇൻ ഏവിയേഷൻ ഫീൽഡ്, എല്ലാ ഫീൽഡിലും ഉണ്ട്, ഏവിയേഷൻ ഫീൽഡിൽ അത് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം ഒരു പുറത്തുനിന്ന് കാണുന്ന പോലെ അത്രയും ഒരു ഫാൻസി അല്ല നമ്മൾ ശരിക്കും പറയുമ്പോൾ ഇന്നറിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്രയും പാഷനേറ്റ് ആണ്, അത്രയും ഡ്രീം ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എല്ലാം എൻജോയ് ചെയ്തു. ആ ഒരു ബാരിയേഴ്സ് ഞാൻ എന്ത് ചെയ്തത് എനിക്കൊരു ത്രില്ലാക്കി മാറ്റി. എനിക്കൊരു ത്രില്ലായിരുന്നു അത്. എല്ലാവരും ടഫാണെന്ന് പറയുന്ന സംഭവം എനിക്കതൊരു ത്രില്ലായിട്ട് മാറി. കാരണം എനിക്ക് എൻ്റെ ഈ ഒരു ഫീൽഡ് ഇപ്പം ഞാൻ അത്രയും പാഷനേറ്റ് ആയിട്ടൊരു ഫീൽഡ് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ ഒരിക്കലും ഒരു പാഷനേറ്റ് അല്ല. ഞാൻ അതിനെ എൻജോയ് ചെയ്യണം. അതിനെങ്ങനെ ഞാൻ ത്രില്ലാക്കി മാറ്റുക എന്നുള്ളതിലാണ് നമ്മൾ പാഷനേറ്റ് ആയാൽ നമ്മളതിൽ ചെയ്തു പോവാം. അതായിരുന്നു ഞാൻ ഏറ്റവും ചെയ്തിരുന്നത്. എനിക്ക് എന്താണോ എനിക്ക് ഇങ്ങോട്ട് ബാരിയർ ആയിട്ട് വരുന്നത് അതിനെ ഞാൻ ത്രില്ലാക്കി മാറ്റും. ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഹാർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഏതൊക്കെ ആവട്ടെ നമ്മള് ഡ്രീംസിനൊക്കെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ഹാർഡ് ആയിട്ടുള്ള സമയത്തൊക്കെ സപ്പോർട്ട് കിട്ടിയിരുന്നോ? ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പറയേണ്ടത് തന്നെ എൻ്റെ പാരൻസ് ആണ്. എസ്പെഷ്യലി എൻ്റെ ഫാദർ, മദർ, ഇവരായിരുന്നു മെയിനായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ
കോഡൂരുള്ള നമ്മളൊരു എയർലൈൻ പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഷെഹസാദ് എന്ന് പറയും. മൂപ്പരും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫാദറിനെ പോലെ തന്നെ നല്ലൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് അക്കാഡമിയുടെ ജബ്ബാർ സാർ. കാരണം വളരെ എസ്പെഷ്യലി മൂപ്പര് നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രമല്ല ശരിക്കും മൂപ്പര് നമുക്കൊരു സപ്പോർട്ട് തന്നിട്ടുള്ളത്. ആ ഒരു മെൻ്റലി കൂടി നമുക്ക് മൂപ്പര് നല്ലൊരു സപ്പോർട്ട് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും പിന്നെ ചില ഫാദറിൻ്റെ നല്ല നല്ല സുഹൃത്തുക്കളും നമുക്കിതിന് പല കാര്യങ്ങളിലും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കുറഞ്ഞ ആളുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ ഒരു ഡ്രീമിൻ്റെ പാതയിൽ എനിക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നിട്ടുള്ളൂ. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ സ്മാർട്ട് അക്കാഡമിനെ കുറിച്ച് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തു. കാരണം ഞാൻ ഈ ഒരു സമയത്ത് NIOS എഴുതുന്ന സമയത്ത് ഞാൻ പല അക്കാഡമികളിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് അക്കാഡമി കോൺടാക്ട് ചെയ്യുന്നതിന് മുന്നേ അവരാരും ആ ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ നമുക്ക് ആരും ഇതുവരെ തന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള ലെവലിലായിരുന്നു. ഇഫ് യു വാണ്ട് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ടായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് സ്മാർട്ട് അക്കാഡമി തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് കോളിൽ തന്നെ നമുക്ക് അത്രയും ട്രസ്റ്റ് വന്നു ഈ ഒരു അക്കാഡമിനോട്. കാരണം ആ ഒരു ടോക്ക് മൂപ്പര ആ ഒരു പോസിറ്റീവായിട്ട് ഇതിനെ കൂടി ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം, നോൺ വറി, ഒരു പോസിറ്റീവ് ഒരു എനർജി കിട്ടിപ്പോയി. കാരണം ഞാൻ എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സിങ്ക് നമുക്ക് അവിടെ കിട്ടി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം ഈ ഒരു സ്മാർട്ട് അക്കാഡമിയിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇന്ന് ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ മലബാർ ഏരിയയിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ഞാൻ പറയുകയാണെങ്കിൽ സ്മാർട്ട് അക്കാഡമി. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ നമ്മളെ ഉള്ളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ ഉള്ളിലും ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇന്നതാവുക, ഈ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ള ഒരു സംഭവം. അപ്പൊ അങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എന്താണ് അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ്? കാരണം എനിക്കൊന്നേ പറയാനുള്ളൂ, കാരണം നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഞാനെപ്പോഴും ആളുകളോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക. ലവ് യുവർ ഡ്രീം. അങ്ങനെ നിങ്ങൾ ഒരു ഡ്രീം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ബാരിയേഴ്സും അതിൻ്റെ ഒരു തടസ്സങ്ങളും നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം എത്ര ആൾ നിങ്ങളെ ബാക്കിൽ നിന്ന് ഡ്രാഗ് ചെയ്താലും നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണ് ഒരു ഫീൽഡിനെ കുറിച്ച്, നിങ്ങൾ അത്രയും ഡ്രീമിനെ നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു ബാരിയേഴ്സും ഒരു ഒബ്സ്റ്റക്കിൾസും നിങ്ങളെ തടയാൻ പോകുന്നില്ല. യു വിൽ ഗെറ്റ് ദെയർ. അത്രയും എനിക്ക് പറയാനുള്ളൂ. ലവ് യുവർ ഡ്രീം, ഡു വാട്ട് യു ലവ്. അപ്പം ഈ ഒരു എന്താ പറയാ, ഈ എല്ലാ കാര്യങ്ങളൊക്കെ എയിമും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു, ആ ഒരു പീക്കിലാണ്, ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ പീക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ലൈഫിനോട് എങ്ങനെ എന്താണ് തോന്നുന്നത്? ഇപ്പം എനിക്ക് ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എത്രയും കാലം ഞാൻ ചെയ്ത വർക്ക് ഇട്ട ഹാർഡ് വർക്ക് അത് ഇന്ന് എനിക്കതിൻ്റെ വില മനസ്സിലായി. ആ ഒരു ഫീൽ എന്താന്ന് എനിക്കിന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവരോടും, കൺസിസ്റ്റന്റ് ആൻഡ് ബി ഡിസിപ്ലിൻ. ചെയ്യുന്ന കാര്യം യു ഹാവ് ടു ഡു you daily basis, on the daily basis you have to do, you are supposed to do what you have to do. ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സംഗതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ എത്തിച്ചേരില്ല. എനിക്കൊരു ഡ്രീം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ആ ഡ്രീമിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ്, അതായത് അന്ന് മഴ പെയ്യുന്നുണ്ടോ, അന്ന് എനിക്ക് പനിയാണോ, ഒന്നും നോക്കണ്ട. ഞാൻ കൺസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഡ്രീമിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, ഒരു പാഷനൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഗതിയിലോട് എസ്പെഷ്യലി ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോകണം. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ ഒരു മാസം കഴിയട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്നത്തെ റിസൾട്ട് വരട്ടെ, അങ്ങനെയല്ല. നിങ്ങൾ അറ്റ് എ മൊമെന്റ്. കാരണം ലൈക്ക് APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങൾ ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ ഡ്രീം, അതായത് നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോവുക, അതിൻ്റെ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, അതിലോട്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാമെന്നുള്ള കാര്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ ഇംപ്രൂവിങ്, നോട്ട് ഓൺ പ്രൂവിങ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ് അല്ലേ? അപ്പൊ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ ഒരു സ്മാർട്ട് അക്കാഡമി അല്ലെങ്കിൽ ജബ്ബാർ സർ, ഇവരൊക്കെ എങ്ങനെയാണ് ഇയാളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു പോസിറ്റീവ് എനർജി തന്നിട്ട് കൂടെ നിന്നത്? ഏത് സിറ്റുവേഷനിലൊക്കെയാണ്? ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈവൻ
ഇനീഷ്യൽ സ്റ്റേജ് മുതൽ മൂപ്പരിക്ക് എന്നെ അറിയാം. ഈ ജബ്ബാർ സർ എന്ന് പറയുന്ന ആളെ എനിക്ക് മൂപ്പരെ അറിയാം, മൂപ്പരിക്ക് എന്നെ അറിയാം. കാരണം ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നമ്മളൊരു ഫീൽഡിന് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി എന്ന് പറയുന്ന, കെമിസ്ട്രി അല്ല ഫിസിക്സ് മാത്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് നിർബന്ധമായത് ഒന്നത്. ആ സമയത്ത് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഞാൻ പഠിച്ചത്. കാരണം ഞാനത് ബൈ മിസ്റ്റേക്കണിലി അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഫിസിക്സ് മാത്സ് വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ സ്മാർട്ട് അക്കാഡമിയിലോട്ട് എത്തിപ്പെടുന്നത്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് പല അക്കാഡമികളിലെ ഞാൻ വിളിച്ചു. ആ സമയത്ത് എനിക്കൊന്നും ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ ആരും തന്നില്ല. ആ ഒരു ഇൻസ്റ്റന്റ് റിപ്ലൈയും ആ ഒരു പോസിറ്റീവ് വൈബും എനിക്ക് കിട്ടിയത് സ്മാർട്ട് അക്കാഡമി, എസ്പെഷ്യലി ജബ്ബാർ സർ മൂപ്പരായിട്ട് മാത്രം എനിക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം എനിക്ക് ബൈ അക്കാഡമിക്കലി മാത്രമല്ല, കാരണം ഈ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളും ആ ഒരു മെന്റൽ പുഷും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ NAOS എക്സാമിൻ്റെ സമയത്ത് എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയണം, ആ ഒരു സംഭവം മൂപ്പര് എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു പുഷ് തന്നത് അത് എൻ്റെ ലൈഫിലും എനിക്ക് വളരെയധികം അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഭയങ്കര ഒരു അസറ്റായിട്ടാണ് എനിക്ക് അത് ഞാൻ കാണുന്നത്. അതിനെ കുറിച്ചിട്ട് സ്മാർട്ട് അക്കാഡമി എൻ്റെ ലൈഫിൽ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ ആസ് എ പൈലറ്റ് എന്നുള്ള നിലയിൽ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം എന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തുടർന്നും അങ്ങോട്ട് ആ ഒരു സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെക്ട് എന്നല്ല, ഞാൻ ഒബ്വിയസ്ലി ഞാനത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് നമ്മുടെ ലൈഫിൽ വേണം. എസ്പെഷ്യലി മെന്റൽ സപ്പോർട്ട്. കാരണം അത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരിക്കലും എപ്പോഴും ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സാക്ട്ലി ഒരു പോസിറ്റീവ് ഒരു ടോക്ക് ആരുടെ നിന്നാണെങ്കിലും നമുക്കത് മതി. നമുക്ക് ആ ഒരു വീണ്ടും മുന്നോട്ട് ആ ഒരു ഫയർ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഇന്ന് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ, കാരണം ആ ഒരു ഇൻഫ്ലുവൻസ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പല ആളുകളെയും നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളും ആ ഒരു വാക്കുകളും നമുക്ക് വളരെയധികം എന്നെ ഈ ഒരു ഫീൽഡിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകാനുള്ള ഒരു ഫയറായിട്ട് തന്നെ ഞാനത് കണക്കിലെടുത്തിട്ടുണ്ട്. തുടർന്നും അങ്ങോട്ട് ഞാൻ ഈ ഒരു സപ്പോർട്ട് കൊണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ക്യാപ്റ്റന്റെ യൂണിഫോം ഇട്ട സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത സമയത്ത് ഒരുപാട് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആ ഒരു പൊസിഷനിലെത്തി പല എക്സ്പീരിയൻസുകളും നിങ്ങൾ ഫീൽ ചെയ്തു. അപ്പം ഇനിയുള്ള ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു വളർന്നു വരുന്ന ഈ തലമുറയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. നിങ്ങൾ എന്താ, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ. നിങ്ങൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ത്രില്ലാവുന്നത്. ഇതാണ് പ്രോപ്പർ ടേം ഞാൻ പറയും. ഏതൊരു കാര്യം ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ ത്രില്ലാവുന്നത്, അതിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് റിസർച്ച് ചെയ്യുക. ഇത് എന്താണ് സംഭവം എന്നുള്ളത്, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസുകൾ നോക്കുക. ഇതൊക്കെ എൻ്റെ കാര്യത്തിന് പറ്റിയതാണോ? അതായത് എൻ്റെ ആ ഡ്രീം ഇത് വെച്ച് ചില ആൾക്ക് ഡ്രീമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഈ കാര്യത്തോട് എടുക്കുമ്പോൾ ആ ഡ്രീം അവർക്ക് കുറയും. അതല്ല, അതിനൊരിക്കലും ഒരു ഡ്രീം ഒരു പാഷൻ എന്ന് പറയില്ല. കാര്യത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ മോർ ത്രിൽഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഒരു പാഷൻ. അതാണ് പാഷൻ. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡ്രീം ആൻഡ് ദ പാഷൻ. നിങ്ങൾ എത്രത്തോളം ഡീപ്പായി പോകുന്നതനുസരിച്ച് നിങ്ങൾ ത്രിൽഡ് ആണോ, അതാണ് നിങ്ങളെ പാഷൻ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളൊരു ഡ്രീം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതിൻ്റെ ബാക്കിൽ പോവാം. കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ, ബി ഡിസിപ്ലിൻ. മോട്ടിവേഷൻ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. മോട്ടിവേഷൻ ഇന്ന് വരാം, ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല. മോട്ടിവേഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് വാട്ട് എവർ എന്ത് സംഭവിച്ചാലും ചെയ്യാം. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ കാര്യം ഇന്നത്തെ ഇതിൽ ഒന്നുകൂടെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം വളരെയധികം ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള ഒരുപാട് എക്സാക്ട്ലി ആ ഒരു ഡിസ്ട്രാക്ഷനിലോട്ട് ഞാൻ ടോപ്പിക്കിലോട്ട് ഞാൻ വരാൻ നിൽക്കുകയാണ്. കാരണം ഇന്നത്തെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ദ യൂത്ത്, ദേ ഓൾ ആർ ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി പ്ലഷേഴ്സുകൾ നമുക്ക് എല്ലാവരും സീക്ക് ചെയ്യുന്നത് ടെമ്പററി പ്ലഷേഴ്സാണ്. കാരണം ഈ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മൈൻഡിനെ കില്ല് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മളെപ്പോഴും അതായത് ഞാൻ പറയല്ലോ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു പൊസിഷൻ, നല്ലൊരു ലൈഫ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ആ ഒരു ഹാർഡ് ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കണം. അത് കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക് ആൻഡ് ബി ഡിസിപ്ലിൻ. ഈ രണ്ട് വേർഡാണ്, കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക് ആൻഡ് ബി ഡിസിപ്ലിൻ. ഈ ഒരു രണ്ട് ട്രേറ്റ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടാം. കാരണം ബാക്കിയുള്ളതൊന്നും തടസ്സമല്ല. കാരണം പല ആളുകളും നമുക്ക് നെഗറ്റീവ്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞ ലോകത്താണ്.
അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് പല ആളുകളും നമ്മൾ ഡൗൺ ചെയ്യാനുണ്ടാവും. അതേ ആളുകൾ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. കാരണം ഞാനതൊരു എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഇന്ന് എക്സ്പീരിയൻസ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഈവൻ ഫ്രണ്ട്സുകൾ വരെ. അപ്പോൾ അന്ന് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്ത ആളുകൾ ഇന്ന് നേരെ തിരിച്ചു പറയുന്നു. അപ്പൊ തന്നെ മനസ്സിലാക്കണം ഈ ഒരു ജനറേഷന്റെ പോക്ക് എങ്ങനെയാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ആണ് എല്ലായിടത്തും. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക, അതിനെ സ്നേഹിക്കാൻ പഠിക്കുക. ലവ് യുവർ ഡ്രീം. പിന്നെ ഒറ്റ വാക്ക്, ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു. ഇതാണ് എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മളൊക്കെ ഇപ്പം ഒരു റഷ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്, എല്ലാരും പഠിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാർക്കെങ്കിലും ഇനി എന്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയിട്ടുള്ള ഫീലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെ ഇടയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അവരെടുത്ത് അല്ലെങ്കിൽ ആ ഒരു പഠിക്കാൻ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? കാരണം ഞാൻ ആദ്യം ഈ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രീം വേണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. കാരണം എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് ലൈഫിൽ നമുക്ക് കീഴടക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കുറേ അക്കാഡമീസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിൽ നല്ല നല്ല അക്കാഡമികളിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരായിക്കോട്ടെ, അവിടെ പഠിപ്പിക്കുന്ന അതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഇതുപോലത്തെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്കിങ്ങനെ ഒരു പുഷ് കിട്ടുന്നില്ല, എനിക്ക് ഇങ്ങനെ ഒരു ഇതിലോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല സമയത്ത് ഇവരെ പോലത്തെ ആളുകൾ നിങ്ങളുണ്ട്. അവരെ അടുത്തോട്ട് നിങ്ങൾ പോകണം. എസ്പെഷ്യലി എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എത്തിപ്പെട്ടത് ഈ ഒരു സ്മാർട്ട് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു വെഞ്ചറിൽ, ഈ ഒരു ഫ്രാഞ്ചൈസി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു NIOC എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ടൊരു ലൈഫ് ടേണിംഗ് പോയിന്റ് ആണ്. അതൊരു മൊമെന്റ് എന്ന് ഞാൻ പറയാം. കാരണം ആ ഒരു തന്ന സപ്പോർട്ടും, കാരണം കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഇപ്പോൾ ഈ സ്മാർട്ട് അക്കാഡമിയിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഇവിടുന്ന് തരുന്ന ആ ഒരു സപ്പോർട്ടും, എസ്പെഷ്യലി അധ്യാപകരായാലും ആ ഒരു തരുന്നൊരു, നമുക്ക് അക്കാഡമിക്കലി ബുക്സിൽ നിന്നുള്ള അല്ലാതുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും അവർ ലൈഫ് വാല്യൂസ് നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. എക്സാക്ട്ലി, സെൽഫ് ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല അക്കാഡമികൾ ആളുകളടുത്ത് നിങ്ങൾ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ആ ഒരു പുഷ് വരും. ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ബിൽഡാവും. ആ ഒരു ഫയർ മതി നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവം. പക്ഷെ ആ ഒരു ഫയർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആളുകൾ തേടി നിങ്ങൾ പോകണം. നിങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് നിങ്ങളായിട്ട് എർത്തിലോട്ട് പോകേണ്ടി വരും, ഡൗൺ ടു പോകേണ്ടി വരും. സോ ഇറ്റ്സ് യുവർ ഡിസിഷൻ, ഇറ്റ്സ് യുവർ ലൈഫ്. സോ take the decision, then move on. Take the action, not the decision. Implement. That's it. ഈ ഒരു നിമിഷത്തിലെത്തി നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം പ്രൗഡാണ്, വളരെയധികം സന്തോഷമാണ്. എസ്പെഷ്യലി ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളും തന്ന എസ്പെഷ്യലി എൻ്റെ പാരൻസ്, എൻ്റെ ഫാദർ, എൻ്റെ മദർ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ മെൻറ്ററായിട്ടുള്ള ഷെഹസാദ്, പിന്നെ സ്മാർട്ട് അക്കാഡമിയിൽ നമ്മളെ ജബ്ബാർ സർ, പിന്നെ എൻ്റെ ഫാദറിൻ്റെ നല്ല നല്ല സുഹൃത്തുക്കൾ, ഇവരൊക്കെ പിന്നെ എൻ്റെ ഏവിയേഷനിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർ, എൻ്റെ ഇൻസ്ട്രക്ടേഴ്സ്, എല്ലാവരോടും എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ സ്മാർട്ട് അക്കാഡമിയിൽ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ്, അവരെനിക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങൾ, എൻ്റെ സബ്ജക്ട്സ് ടീച്ചേഴ്സ് എനിക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും എക്സാം ആയാലും എക്സാം പ്രിപ്പറേഷൻ ആയാലും എല്ലാത്തിലും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി. കാരണം അവരും കൂടി എൻ്റെ ഈ ഒരു ജേണിയിൽ ഒരു നല്ലൊരു റോള് അവർക്കും ഉണ്ട്. കാരണം ഈ ഒരു ജേണിയിൽ ഞാൻ എത്തിപ്പെട്ടതിൽ അവർക്കും നല്ലൊരു പങ്കുണ്ട്. എല്ലാത്തിനുപരി എന്നെ ഒരു ഡ്രീമിലോട്ട് നയിച്ച, എന്നെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിച്ച സർവശക്തനായ റബ്ബിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ എയിമുകളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. ആൻഡ് എല്ലാവർക്കും അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതൊക്കെ വർത്ത് ആവട്ടെ. ഇത് ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. അതെ, നിരന്തരമായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ ഏത് സ്വപ്നങ്ങളെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ച കരുത്തുറ്റ പ്രതിഭ മലപ്പുറത്തുകാരൻ
ക്യാപ്റ്റൻ മുഹമ്മദ് അഫ്നാൻ. കൺഗ്രാറ്റുലേഷൻ ക്യാപ്റ്റൻ മുഹമ്മദ് അഫ്നാൻ.